ഹായ് ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് 3 മൊബൈൽ അണ്ടർ 10K 10,000 അടിയിൽ ഏറ്റവും നല്ല ഫോൺ ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 കാറ്റഗറിയിലാണ് നോക്കാൻ പോകുന്നത്: ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ, ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോൺ, ബെസ്റ്റ് ക്യാമറ ഫോൺ. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വീഡിയോയിൽ പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോൺ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ മോട്ടോറോളയുടെ മോട്ടോ G45 ആണ് ഏറ്റവും ഓൾറൗണ്ടർ ഫോൺ. ഈ ഫോണിൽ വിവ മജന്ത, ബ്രില്യൻറ്റ് ഗ്രീൻ, ബ്രില്യൻറ്റ് ബ്ലൂ എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഈ 3 കളർ ഓപ്ഷൻസും ലെതറിൻ്റെ ബാക്കായിട്ടാണ് വരുന്നത്. ഇതിന് 182 ഗ്രാം വെയിറ്റും 8 മില്ലിമീറ്ററാണ് തിക്നെസ്സും വരുന്നത്. ഇതിൽ 13 5G ബാൻഡ്സ് ആകുന്നത് നല്ലൊരു 5G ഫോണാണ് ഈ ഫോൺ. 50 മെഗാ പിക്സലിൻ്റെ ക്വാഡ് പിക്സൽ ക്യാമറയാണ് ഇത് വരുന്നത്. ഇതിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇതിൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇതിൽ IP52 വാട്ടർ റെസിസ്റ്റൻസും വരുന്നുണ്ട്. ഈ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. സ്മാർട്ട് കണക്ട് ഫീച്ചേഴ്സ് പോലുള്ള സംവിധാനങ്ങൾ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിൽ 120 Hz സപ്പോർട്ട് ചെയ്യുന്ന 6.5 ഇഞ്ച് വരുന്ന പഞ്ച് ഹോൾ ഡിസൈനുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 5000 mAh ബാറ്ററിയോടൊപ്പം 20 വാട്ടിൻ്റെ ചാർജാണ് വരുന്നത്. ഇതിൽ Android 14 ആണ് വരുന്നത്. 1 വർഷത്തെ OS അപ്ഡേറ്റും 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഫോണിലുണ്ട്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 3 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഗെയിമിംഗ് ആണ് നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റുന്നത്. ഇനി അവസാനം പ്രൈസ് നോക്കുകയാണെങ്കിൽ 999 ആണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തായി ബെസ്റ്റ് ക്യാമറ ഫോൺ നോക്കുകയാണെങ്കിൽ മോട്ടോറോളയുടെ തന്നെയാണ്. മോട്ടോ G35 എന്ന ഫോൺ. ലീഫി ഗ്രീൻ, ഗുവാ റെഡ്, മിഡ്നൈറ്റ് ബ്ലാക്ക് എന്ന കളർ ഓപ്ഷൻസിലാണ് ഈ ഫോൺ വരുന്നത്. ലീഫി ഗ്രീൻ, ഗുവാ റെഡ് എടുക്കുകയാണെങ്കിൽ ലെതർ ഫിനിഷാണ് വരിക. മിഡ്നൈറ്റ് ബ്ലാക്ക് എടുക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്. 185 ഗ്രാം വെയിറ്റും 7.79 മില്ലിമീറ്റർ തിക്നെസ്സുമാണ് ഇത് വരുന്നത്. 12 GB വരെ റാം എക്സ്പാൻഡബിൾ ആണ്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ഇത് വരുന്നുണ്ട്. വാട്ടർ ടച്ച് ടെക്നോളജിയും ഇത് വരുന്നുണ്ട്. IP52 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് വരുന്നത്. ഇതിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇതിൽ 120 Hz സപ്പോർട്ട് ചെയ്യുന്ന 6.7 ഇഞ്ച് എന്ന ഫുൾ HD+ 1000 ബ്രൈറ്റ്നസ് വരുന്ന ഡിസ്പ്ലേ ആണ്. ഇതിൽ 50 മെഗാ പിക്സലിൻ്റെ ക്വാഡ് പിക്സൽ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് നല്ല ക്യാമറ ഫോണാണെന്ന് പറയുന്നത്. 4K വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടും കൂടിയാണ് ഞാനിത് നല്ല ക്യാമറ ഫോണാണെന്ന് പറയുന്നത്. ഇത് യൂണിസോക്കിൻ്റെ T760 എന്ന പ്രൊസസ്സർ വരുന്നുണ്ട്. ഇതിൽ 5000 mAh ബാറ്ററിയോടൊപ്പം 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇതിൽ ഫാമിലി സ്പേസ്, തിങ്സ് ഷീൽഡ് പ്രൊട്ടക്ഷൻ, മോട്ടോ സെക്യൂർ എന്ന ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിൽ Android 14 ആണ് വരുന്നത്. 1 വർഷത്തെ OS അപ്ഡേറ്റും 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഫോണിലുണ്ട്. ഈ ഫോണിൻ്റെ ലാസ്റ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 999 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇനി ഒരു ഗെയിമിംഗ് ഫോൺ നോക്കുകയാണെങ്കിൽ പോക്കോയുടെ പോക്കോ C75 നല്ലൊരു ഗെയിമിംഗ് ഫോണാണ്. ലക്ക ബ്ലിസ്, എൻചാൻറ്റഡ് ഗ്രീൻ, സിൽവർ സ്റ്റാർ ഡസ്റ്റ് എന്ന കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രൊസസ്സറാണ് വരുന്നത്. ഒരു അത്യാവശ്യം നല്ല ഗെയിമിംഗ് ഈ ഫോണിൽ നമുക്ക് കിട്ടുന്നതാണ്. 120 Hz സപ്പോർട്ട് ചെയ്യുന്ന 6.88 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഷവമി HyperOS ആണ് വരുന്നത്. ഇതിൽ 50 മെഗാ പിക്സലിൻ്റെ സോണിയുടെ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. 5160 mAh ബാറ്ററിയോടൊപ്പം 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ലാസ്റ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 799 ആണ് ഇതിൻ്റെ ലാസ്റ്റ് പ്രൈസ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.